ഇതുപോലത്തെ സോപ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇതെങ്ങനെ കിട്ടുക, ഇനിയിപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുമോ എന്നൊക്കെ ഉള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വേണ്ടില്ല, നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കി. മാഷാ അല്ലാ, അത്ഭുതം എന്ന് പറയട്ടെ. അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ച് പോലും ഉണ്ടായിരുന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുകയാണ് എങ്ങനെയാണ് ഇതിൽ ഉണ്ടാക്കുന്നത്, ഇതിൽ എന്തൊക്കെയാണ് കൂട്ട് നമ്മൾ ചേർക്കണമെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ, സസ്പെൻസ് ഇടാതെ തന്നെ നമുക്ക് വേഗം വീഡിയോസിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ കപ്പ് കേക്ക്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, അപ്പോൾ അത് സക്സസ് ആയി. അപ്പോൾ അത് ഞാൻ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ആണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് 150 ഗ്രാം ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് കടലപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ. പിന്നെ നമുക്കിതൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ല വേറെ എന്താ വെച്ചെങ്കിൽ ഗ്ലിസറിൻ ആണെങ്കിൽ ഗ്ലിസറിൻ, അല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഉണ്ട് വെച്ചെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ പാലുണ്ടായിരുന്നില്ല, അപ്പം ഞാനിതിലേക്ക് റോസ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കടലമാവാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളാണെങ്കിലും പാൽ, ഇതൊക്കെ ചേർത്തിട്ട് നമ്മളെല്ലാവരും മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ് കളർ വെക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കിയാലും നല്ലതല്ലേ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു, യൂട്യൂബിൽ ഇതുപോലെ തന്നെ വേറൊരു മുത്തശ്ശി ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതേപോലെ കപ്പ് കേക്കിൽ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ വന്നപ്പോഴാണ് കപ്പ് കേക്കിൻ്റെ മോൾഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളുക്കാൻ, അതേപോലെ തന്നെ മുഖത്തുള്ള കറുത്ത പാടുകൾ, കരുവാളിപ്പ് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ കടലപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് ആൾക്കാർ മുഖത്തൊക്കെ പരത്തിയിട്ട് രാത്രി കിടന്നുറങ്ങണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് മുഖത്തുള്ള കറുത്ത പാടുകൾ, കരുവാളിപ്പ് അതൊക്കെ പോവുകയും ചെയ്യും, മുഖം നല്ല വെട്ടിത്തിളങ്ങുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണല്ലോ, അതായത് കടലമാവാണെങ്കിലും പാലാണെങ്കിലും അതുപോലെ തന്നെ ഗ്ലിസറിൻ ചിലപ്പോൾ സോപ്പ് ഉണ്ടാക്കണ വീട്ടിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിപ്പോൾ നമുക്ക് ഷോപ്പുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലിസറിൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ നമ്മൾ അതുണ്ടെങ്കിൽ അതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രാഗ്രൻസിന്, അതായത് മണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഏതാണോ നല്ലൊരു മണത്തിനുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ സമയം കൊണ്ട് നമ്മളിവിടെ മോൾഡൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം എത്ര എണ്ണം കിട്ടും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ നമ്മളിവിടെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇത്രയും നിരത്തി വെച്ച്, ഇനിയിപ്പോൾ ഇതിലേക്കൊക്കെ കിട്ടും എന്നുള്ളതിലാണ് ഞാൻ എല്ലാം നിരത്തി വെച്ചത്. പക്ഷെ നമുക്ക് അത്ര ഒന്നും കിട്ടിയില്ല, നമുക്ക് 5 മോൾഡിലേക്കുള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 5 മോൾഡിലേക്കുള്ളത് ഒഴിച്ച് വെച്ച് ഇപ്പം നമുക്ക് 2 മണിക്കൂർ വരെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റാക്കിയതിന് ശേഷം നമ്മളത് ഓരോന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, നല്ല പെർഫെക്റ്റോട് കൂടെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ നമുക്കിതൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്ര എണ്ണമാണോ നമുക്ക് കിട്ടിയത് വെച്ചെങ്കിൽ അതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി സോപ്പ് ഉണ്ടാക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ ചെറിയ മോൾഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് നമുക്ക് സോപ്പിൻ്റെ ഐറ്റംസ്, അതായത് സോപ്പിൻ്റെ മോൾഡ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോപ്പിനെ കുറിച്ചിട്ടുള്ള എന്ത് അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.